സിനിമാജിക് ഇസ് ഓറ ഫാമിംഗ്. ഞാൻ വെറുതെ പറയല്ല, അത് നിങ്ങൾ സിനിമാജിക്കിൻ്റെ ഏതെങ്കിലും ഒരു വീഡിയോ എങ്കിലും ഒരു വർക്കെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. നിങ്ങൾക്ക് മനസ്സിലാവും എന്നുള്ളതില്ല. ഞാനൊരു കാര്യം പറയാം, മലയാളത്തിൽ വെച്ചിട്ട് ദി ബെസ്റ്റ് യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് ഞാൻ കണ്ടതിൽ സിനിമാജിക്കാണ്. ബാക്കിയുള്ളവർ മോശമാണെന്നുള്ളതല്ല, പക്ഷേ ഇവർ നമ്മൾ മുന്നിലേക്ക് കൊണ്ടുവരുന്ന കുറച്ച് സാധനങ്ങളുണ്ട് സിനിമാജിക് എന്ന് പറഞ്ഞത്. അത് ഞാൻ കുറേ കാലമായിട്ട് ഇവരെ ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന് മുന്നത്തെ വർക്കിനെ പറ്റിയിട്ട് പറയാനല്ല ഞാൻ വന്നത്. ഞാൻ ഇപ്പോൾ ഒരു സാധനം അവർ റിലീസ് ചെയ്തിട്ടുണ്ട്, മഹാഭാരത് ദി ഏൻഷ്യൻ മാസ്റ്റർ പീസ് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇത് ഒരാഴ്ച മുന്നേ ഫൈനൽ എപ്പിസോഡ് അവർ റിലീസ് ചെയ്ത് 35 എപ്പിസോഡ് എന്തുണ്ട്, അതിൻ്റെ ഫൈനൽ എപ്പിസോഡ് അവർ ഒരാഴ്ച മുന്നേ റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്ക് റിവ്യൂ ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. അത് ആരും അങ്ങനെ റിവ്യൂ ചെയ്യണതായിട്ട് ഞാൻ കണ്ടില്ല. അതുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത്. ഇപ്പോൾ നമ്മളെ കരിക്കൊക്കെ റിവ്യൂ ചെയ്യുന്നുണ്ടല്ലോ ആൾക്കാർ, അതേപോലെ സിനിമാജിക്കിന് സിനിമാജിക്കിന് 1 മില്യൺ സബ്സ്ക്രൈബർ ഉണ്ടെങ്കിലും ഞാൻ ഇന്നും വിശ്വസിക്കുന്നത് അവർക്കൊരു 4 മില്യൺ 3 മില്യൺ സബ്സ്ക്രൈബേഴ്സ് കിട്ടേണ്ട വർക്ക് അവർ എടുക്കുന്നുണ്ട്. പക്ഷെ അതിനുള്ള റീച്ച് നല്ലുണ്ട്. പക്ഷെ അതിനുള്ള ഒരു റീച്ച് അവർക്ക് ഇപ്പം അർഹിച്ച റീച്ച് കിട്ടിയിട്ടുണ്ടെന്നുള്ള എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ പോട്ടെ. ഈ ഒരു മഹാഭാരത് ദി ഏൻഷ്യൻ മാസ്റ്റർ പീസ് എന്ന് പറഞ്ഞത് നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിസ് ചെയ്യാൻ പോണത് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. കാരണം ഇത് സെയിം സാധനം ഇവർ തിയേറ്ററിൽ ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം ടിക്കറ്റ് എടുക്കണ ഞാനാവും. കാരണം ഇത് നിങ്ങൾ ഒന്നാമത് കാണുകയാണെന്നുണ്ടെങ്കിൽ ഹെഡ്സെറ്റിലോ അല്ലെങ്കിൽ വല്ല ബ്ലൂടൂത്തിൻ്റെ സ്പീക്കറിലോ എന്തൊക്കെ ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇതിൽ ഇവർ കൊണ്ടുവന്നിട്ടുള്ള ഇമോഷൻസ്, ഇതിൻ്റെ മാസ് സീനുകൾ, ഗൂസ് ബംസ്, ഇതൊക്കെ വർക്ക് ചെയ്യിപ്പിച്ച് തരുന്ന രീതിയുണ്ട്. അത് എത്ര നേരം കൊണ്ട് മാക്സിമം പോയൊരു 15 മിനിറ്റ് ഉണ്ടാവും ഓരോ എപ്പിസോഡ്. അതിൻ്റെ മേലേക്ക് ഇവരൊന്നും പോകില്ല. അത് 15 മിനിറ്റിൻ്റെ ഒക്കെ ഒരു എപ്പിസോഡ് എന്ന് പറഞ്ഞത് റയറാണ്. മനസ്സിലായില്ലേ? കൂടുതൽ 7 മിനിറ്റ് 6 മിനിറ്റ് 5 മിനിറ്റ് ഇങ്ങനെയൊക്കെ വരില്ലേ. എനിക്ക് ചില ഒരു പ്രശ്നം വരില്ല എപ്പോഴാണെന്ന് ഇവരുടെ ഡ്യൂറേഷൻ പറ്റാണ്ട് കുറയും. ഇവർ കുറേ പണിയെടുക്കുന്നുണ്ട് ഒരു 5 മിനിറ്റിൻ്റെ വീഡിയോക്ക്. പക്ഷേ ഇത് നമ്മൾ അതിൻ്റെ ക്വാളിറ്റി കാരണം നമ്മൾ കണ്ടും ഇങ്ങനെ ഇരുന്ന് വരുമ്പോഴത്തേനും പെട്ടെന്ന് കണ്ണടച്ച് തുറക്കുമ്പോഴത്തേനും ഒരു എപ്പിസോഡ് കഴിഞ്ഞ് ഫീൽ കിട്ടും. ഇതിൽ കൊണ്ടുവന്നിട്ടുള്ള ഓരോ ക്യാരക്ടേഴ്സ് മഹാഭാരതത്തിൻ്റെ ബുക്കിൽ അവർ എഴുതി അത് സെയിം സാധനമാണോ ഇവർ ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയില്ല. എന്നാലും ഞാൻ പറയാം, അർജുനനെ, കർണനെ, ദുര്യോധനനെ, ഇവരൊക്കെ ഒരു അഭിമന്യു, കൃഷ്ണൻ, ഇവരൊക്കെ ഈ എന്താ പറയുക, ഈ ക്യാരക്ടറൈസേഷൻ ഉണ്ടല്ലോ. ക്യാരക്ടറൈസേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ സിനിമാജിക്ക് ഇത് കൊണ്ടുവരുമ്പോൾ കൊടുത്തിട്ടുള്ള ഓരോ രൂപങ്ങൾ, അവരെ ഡയലോഗുകൾ, ഇവരെ ഡബിങ് ആണ് ഇതിൽ ഏറ്റവും കിടിലം. അതിൽ മെയിൻ ആളൊരു സൗണ്ട് ഉണ്ട്. ശരിക്ക് ഇതിന് മുന്നേ ഇതേപോലെ ഒരു സീരീസ് ഇറക്കിയപ്പോൾ ചില ഡബിങ്ങിന് എവിടേക്ക് ഒരു പ്രശ്നം, ഒരു പ്രത്യേകിച്ച് ഒരു ലേഡി ഒരു പെണ്ണിൻ്റെ ഒരു സൗണ്ട് ഡബ് ഇങ്ങനെ വന്ന് ചെയ്തിരുന്നു, കുറച്ചൊരു ബോറായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് തോന്നുന്നു 37 തോന്നുന്നു ഇപ്പോഴും ഡബ് ചെയ്യണമെന്നാണ്. പക്ഷെ കിടിലം സാധനം. അത് പ്രത്യേകിച്ച് ഒരു പ്രായമായിട്ടുള്ള ഒരാളെ ഒരു ഡബിങ് കൊടുത്തിട്ടുണ്ട്, ഒരു പ്രായമായ ഒരു ക്യാരക്ടറിന്. ആരാന്നൊന്നും എനിക്കറിയില്ല, പേര് എനിക്ക് ഓർമ്മയില്ല. മൂപ്പൊരാൾക്ക് കുറച്ചുകൂടെ ഡബിങ് ഉണ്ട്. അതായത് യുദ്ധത്തിൻ്റെ സമയത്ത് ഇവരിങ്ങനെ ഇരുന്ന്, അതായത് ഇവരിങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ കൃഷ്ണൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അർജുനൻ്റെ ഒക്കെ അപ്പുറത്ത്. അപ്പോൾ അവരെ ഏറ്റവും മേലുള്ള ആൾക്കാരിങ്ങനെ ഇരുന്നിട്ട് ഒരു വട്ടമേശ സമ്മേളനം നടത്തുന്ന സമയത്ത് ഒരു ഡബിങ് ഉണ്ട്. ഇപ്പോഴും എൻ്റെ മനസ്സിലായി നിൽക്കുന്നുണ്ട് ഡബിങ്ങിൻ്റെ ക്വാളിറ്റി. ഒരു പ്രായമായ ഒരാളിങ്ങനെ ഇത് സംസാരിക്കുകയാണ്, കൃഷ്ണനാണ് അപ്പുറത്ത്, കൃഷ്ണനുള്ളതാണ് നമ്മളെ മൂപ്പർക്ക് പേടിയെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ അല്ല, ആ കിട്ടിയ സാധനങ്ങൾ. അത് ഞാൻ പറഞ്ഞ സിനിമാജിക്ക് കൊണ്ടുവരുന്ന ഓരോ സാധനങ്ങൾ, അത് നിങ്ങൾക്ക് അതിൻ്റെ കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത്ര ഈ സെയിംസ് ഒന്നും വേണ്ട. ഇതേ സാധനം ഒരു തിയേറ്ററിൽ ഇറക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഇല്ലെന്നല്ല ഒരു ആനിമേഷൻ മൂവി ഉണ്ടാക്കിയിട്ട് ഇവർ തിയേറ്ററിൽ ഇറക്കുകയാണെന്നുണ്ട്, എനിക്ക് ഉറപ്പാണ് നല്ല രീതിയിൽ ഹിറ്റാവും. ഇപ്പോൾ പറഞ്ഞ കരിക്ക് ഒരു സിനിമയ്ക്ക് വന്നാൽ ഹിറ്റാവും എന്ന് പറഞ്ഞില്ലേ, പക്ഷെ അതേപോലെയാണ് സിനിമാജിക്കും. പക്ഷെ കരിക്കിനെ പറ്റി സംസാരിക്കണ പോലെ ആരും സിനിമാജിക്കിനെ പറ്റി സംസാരിക്കണില്ല. അതുകൊണ്ടാണ് ഞാൻ റിവ്യൂ ചെയ്യുന്നത്. വേണ്ട അപ്രിസിയേഷൻ ഇപ്പോഴും സിനിമാജിക്കിന് കിട്ടിയിട്ടില്ല. അയ്യോ എന്താ, ഞാൻ കുറേ കാലമായിട്ട് ഞാൻ സിനിമാജിക്കിൻ്റെ ഫോളോവറാണ്. എന്നെക്കാളും മുന്നേ ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഞാൻ ഫോളോ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ഇന്നേ ഒരു ഒറ്റ എപ്പിസോഡ് ഞാൻ മിസ്സാക്കിയിട്ടില്ല. അവർ സീരിയസ് ആയിട്ട് ഇപ്പോഴാണ് ഇറക്കുന്നത്. പക്ഷേ ഇതിൻ്റെ മുന്നേ ശരിക്കും നടന്ന സംഭവങ്ങൾ, അല്ലെങ്കിൽ ഓരോ സംഭവങ്ങൾ, ഫാക്റ്റ്, ഇതൊക്കെ ഒരു ആനിമേഷൻ രൂപത്തിൽ നമ്മൾ മുന്നിലേക്ക് എത്തിക്കുന്ന ഒരു പരിപാടിയായിരുന്നു. ഇപ്പോഴാണ് ഒരു സീരിയസ് ആയിട്ട്. ഇനി അടുത്തത് രാമായണമൊക്കെയാണ് വരുന്നത്, നിങ്ങൾ കിട്ടുമോ അവർ ഇതിനപ്പുറത്തെത്തിക്കും, അത് ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സിനിമാജിക് എന്ന് പറയുന്നത് ദി ബെസ്റ്റ് മലയാളം യൂട്യൂബ് ചാനലാണെന്നുള്ളത് എനിക്ക് പേഴ്സണലി ഒരു സംശയമില്ല. നിങ്ങൾ ഈ ഇപ്പോൾ മഹാഭാരത് ദി ഏൻഷ്യൻ മാസ്റ്റർ പീസ് എന്ന് പറഞ്ഞാൽ ഇവരിറക്കിയിട്ടുള്ള ഈ 35 എപ്പിസോഡ് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ യു ആർ മിസ്സിങ് സംതിങ് ഗ്രേറ്റ്. അത് എൻ്റെ ചെയ്തൊരു രീതിയിൽ ഇവർ കൊണ്ടുപോയിട്ട് ഫൈനൽ എപ്പിസോഡിൽ ആ ഫൈനൽ എപ്പിസോഡ് അറഞ്ചം പുറഞ്ചട്ടിയാവുമെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ഒരു സാധനം അവർ കൊണ്ടുവന്നത്. അത് എൻ്റെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിന് കിട്ടുന്ന ഒരു സുഖമുണ്ട്, അതൊരു സങ്കടവും സുഖവും സന്തോഷം എല്ലാം കൂടി ചേർന്ന രീതിയിൽ അവർ എൻ്റെ ചെയ്യണത്. ഞാൻ പറഞ്ഞ ബുക്കിത്തെ കഥ എന്താണെന്നുള്ളത് എനിക്കറിയില്ല. അത് കൂടുതൽ ഹിന്ദുസിനെ അത് അറിയാം, എനിക്ക് അതിനെ പറ്റിയിട്ട് കൂടുതൽ അറിയില്ല. ഈ ബുക്കിനെ പറ്റി അറിഞ്ഞവർക്ക് എന്താണ് ഇങ്ങനെ കഥ പോകുന്നുള്ളത് എനിക്കറിയാം, അല്ല അവർക്ക് അറിയുണ്ടാവും. പക്ഷേ എനിക്കതല്ലല്ലോ, എനിക്കിതിങ്ങനെ അങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു എന്നുള്ള ഒരു ബോധം മാത്രമേ ഉള്ളൂ. ഇതാര് എന്ത് എങ്ങനെ ഇതൊന്നും എനിക്കറിയില്ല. ആരെ കല്യാണം കഴിച്ച് ഇതാരെ മോനാണ്, ആരെ വാപ്പയാണെന്നൊന്നും എനിക്കറിയില്ല.
അപ്പം അങ്ങനത്തെ ഒരു ഫ്രഷ് സംഭവത്തിൽ ഞാനിരുന്ന് കാണുന്ന ടൈമിൽ എനിക്ക് കൂടുതൽ എഫക്റ്റ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഇതിനൊക്കെ പറ്റി അറിയാമെന്നുണ്ടെങ്കിലും സെയിം എഫക്റ്റ് കിട്ടും. അത് ഞാൻ പറയാനുള്ള കാരണം കമൻറ്റ് ബോക്സിൽ പല ആൾക്കാരും ഇതൊക്കെ ഫുള്ള് വായിച്ച് പഠിച്ച ആൾക്കാർ വന്ന് കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ അറിഞ്ഞിട്ടും പിന്നെ ഇരുന്ന് കാണുമ്പോൾ സെയിം ഫീൽ കിട്ടുന്നുണ്ട് എന്നുള്ളത്. അതായത് വായിച്ചപ്പോൾ കിട്ടിയ ഫീൽ തന്നെ ഇത് കാണുമ്പോഴും കിട്ടുന്നുണ്ട്, ഇല്ലെങ്കിൽ അതിനേക്കാളും കൂടുതൽ ഫീൽ ഇതിൽ കിട്ടുന്നുണ്ടെന്ന് കമൻറ്റ് ബോക്സിൽ തന്നെ കുറേ ആൾക്കാർ വന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് പറയണം, സിനിമാറ്റിക് ഈസ് ഓറ ഫാമിങ്. ഒരു ഓറായിട്ടാണ് ഓരോ എപ്പിസോഡായിട്ട് വരുന്നത്. നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ നിന്ന് പോകേണ്ട ആവശ്യമില്ലല്ലോ, യൂട്യൂബിൽ തന്നെ അല്ലേ, ഡെഫിനറ്റ്ലി ഇന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ അവർ ഇതുവരെ റിലീസ് ചെയ്തിട്ടുള്ള എപ്പിസോഡ്സ് എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് ഒറ്റ എപ്പിസോഡായിട്ട് അവർ റിലീസ് ചെയ്യുന്നുണ്ട്. റിലീസ് ചെയ്തിക്കണമെന്നുള്ള എനിക്കറിയില്ല, ഞാൻ നോക്കിയിട്ടില്ല. റിലീസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമാവും. അല്ലാന്നുണ്ടെങ്കിൽ ഓരോ എപ്പിസോഡായിട്ട് ഇരുന്ന് കണ്ടാലും മതി. എന്തായാലും നിങ്ങൾ കണ്ടിരിക്കേണ്ട സാധനം തന്നെയാണ് മഹാഭാരത് ദി ഏൻഷ്യൻ മാസ്റ്റർ പീസ് ബൈ സിനിമാജിക് എന്ന് പറഞ്ഞത്. നിങ്ങളിത് കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പങ്കുവെക്കുക. സൈനിങ് ഔട്ട്.